ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. കിസ് എന്നൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രത്തിന്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കവിൻ, നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാം കവിൻ ആരെന്ന്. ദാദ എന്ന തമിഴ് സിനിമയിലെ നടനാണ്. ആ സിനിമയിൽ അപർണ ദാസും ഉണ്ടായിരുന്നു. സോ കവിന് എടുത്തു പറയേണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് ദാദ മാത്രമേ ഉള്ളൂ. ആൻഡ് വളരെ റീസെൻ്റ് ആയിട്ട് ബ്ലഡി ബെഗർ എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബോക്സ് ഓഫീസിലെ ഒരു ബോംബായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ ഡോക്ടർ ശിവകാർത്തിയൻ്റെ ഡോക്ടർ നെൽസൺ ഡയറക്റ്റ് ചെയ്ത ഡോക്ടർ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സതീഷ് കൃഷ്ണനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു കൊറിയോഗ്രാഫറാണ്. സതീഷ് കൃഷ്ണൻ ഡാൻസ് തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ നമുക്ക് കാണാം. റോമിയോ പിക്ചേഴ്സ്. ആ തുടക്കത്തിൽ കാണിച്ച പയ്യനെ ഞാൻ ഇൻസ്റ്റയിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ്. ശക്തി എന്ന എന്താണ് പേരെന്ന് തോന്നുന്നു. எல்லாரும் உண்டு. காதல் பண்ணா ஃபர்ஸ்ட் தூக்கம் போகும், காசு போகும், மன நிம்மதி போகும், பாடி கண்டிஷன் போகும், அப்புறம் லவ் பண்ணவங்களே போயிருவாங்க. கையெடுக்கிறேன் கட்டையில அடியவா. இப்ப கூப்பிடாமலே ஒண்ணு வரும், அதான் டிப்ரெஷன். இப்ப மீதி இருக்கிற தூக்கம் போகும், காசு போகும், மன நிம்மதி போகும், பாடியே போயிடும், செத்துருவேன். ഇതില് ഒരു ഡെബ്യൂട്ട്, അതായത് ഒരു പുതിയൊരു നടിയാണ്. പ്രീതി എന്നാണ് പേര്. പുള്ളിക്കാരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കവിൻ என்ன அக்கில பிடிச்சு தூக்கி இடுப்புல வச்சு சோறிட்டு போறியா? சைக்கோ. டேய், நீங்க லவ் பண்றது இன்ஸ்டால போட்டா பரவாயில்லடா. இன்ஸ்டால போடுறதுக்கு எதுக்கு லவ் பண்றீங்க? ரோஸ் இஸ் a flower. She is my lover. അതെ കറക്റ്റാണ് കേട്ടാ. ചിലർ പ്രേമിക്കുന്നത് എന്തെങ്കിലും പോസ്റ്റും സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ്. അതിട്ടില്ലേ അവർക്കൊരു സമാധാനവും ഇല്ല. വായിലേ എത്തിയ തൂൺ തുപ്പിടുക. சரி, உன்னோட ஃபர்ஸ்ட் கிஸ் பத்தி சொல்லு. Let the experiment begin. 3, 2. ഇവൻ കാണണമെന്നായിരിക്കും, കൊടുക്കുന്നതല്ലായിരിക്കും പടം. அவன் கிஸ் அடிக்கிறத நான் பார்த்தேன். அப்புறம் அவனுக்கு என்ன நடக்க போதோ அதை பார்த்தேன். நான் பார்த்தது தான் நடந்தது, நடந்ததை தான் பார்த்தேன். கப்பல்ஸ் கிஸ் அடிக்கிறத நீ பார்த்தா உனக்கு விஷுவல் வருது. ஊர்ல இருக்கிற எல்லா லவர்ஸையும் வர வச்சு അതുപോലത്തെ ഒരു പടമാണ്. അതായത് കപ്പിൾസ് എന്തെങ്കിലും കിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇവന് തോന്നുന്നതായിരിക്കണം. லாக் பண்ண வைக்கிறோம், அவங்க ஃபியூச்சரை அன்லாக் பண்ணி வைக்கிறோம். I am the guardian angel. കവിനൊക്കെ കോമഡിയൊക്കെ നന്നായിട്ട്. வாயிலே என்னடா பாக்கு. லைஃப்ல ஒரு விஷயத்துக்கு ஃபுல் ஸ்டாப் வச்சா அதை அதோட விட்டுணும். சும்மா தோணும் போதெல்லாம் கம்மா போட்டு கண்டினியூ பண்ண முடியாது. നീണ്ടു പോകണല്ലേ? വേണ്ട, ടീച്ചർ മതിയേ. ഇവരൊക്കെ ഉണ്ടാ പ്രഭു. இங்க கிஸ் அடிச்சா விஷுவல் வருதா? இங்க 19th സെപ്റ്റംബർ റിലീസ്. ഈ സിനിമയുടെ ഡയറക്ടർ സതീഷ് കൃഷ്ണൻ ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബീസ്റ്റ് സിനിമ കാണുമ്പം പൂജ ഹെഗ്ഡേൻ്റെ കൂടെ ഒരു ലവർ എന്ന് പറഞ്ഞ ഒരു നടക്കൂല, കണ്ണാടി വെച്ചൊരു കോമഡിയാണ്. അവനാണ് പുള്ളിക്കാരൻ. പുള്ളിയാണ് അത് ഡയറക്ടർ. ആൻഡ് ട്രെയിലർ ആസ് യൂഷ്വൽ ഒരു റൊമാൻറ്റിക് കോമഡി. പിന്നെ ആരെങ്കിലും കപ്പിൾസ് കിസ് അടിക്കുന്ന കണ്ട വിഷ്വലൈസ് എന്തൊക്കെയോ കണ്ട് അവൻ ആലോചിച്ച് കൂട്ടും. അതാണ് സിനിമ. കണ്ടുപോകാം, ബോറടിക്കാതിരുന്നാൽ മതി.